ഹലോ ഗൈസ്, നമ്മൾ ജുവാനയുടെ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. നല്ല രസമുള്ള ക്യാമറയാണോ നിങ്ങൾ തന്നെ പറഞ്ഞാണ് കാണാൻ. ഹായ് ഗൈസ്, ആരാണ് വരുന്നതെന്ന് നോക്കൂ ഗൈസ്. ഉറക്കത്തിൽ നിന്ന് ഞാൻ പൊക്കിയെടുത്ത എന്റെ പിള്ളേർ അന്നമ്മ ക്യൂട്ടി സമയമില്ല. ഇന്നലെ രാത്രി പറയുകയാണ്, എടി 4 മണിക്ക് എല്ലാം വെച്ചാൽ മതി, 3:30 വെക്കണ്ട. 4 മണിയാകുമ്പോഴേ ഞാനൊക്കെ നേരത്തെ എണീറ്റു ഗൈസ്, വെറുതെ പാക്ക് ചെയ്ത് വിടാനുള്ളത്. സമയം എത്രയാണ് ഇപ്പോൾ? സമയം 4:01 എക്സാക്ട്ലി 4. 10th 12th പഠിക്കുമ്പോഴാണ് ഗൈസ് 4 മണിയൊക്കെ ഇന്നാൾ കണ്ടത്. ഇപ്പോഴാണ് കാണുന്നത്. ഓക്കേ, നമ്മൾ തന്നെ കൊണ്ടുവിടാൻ പോവാണ്. ഇനി ഞാൻ ഫോൺ എനിക്ക് കൈമാറുന്നതാണ് ഗൈസ്. കുറച്ച് സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, ഒന്നിനുള്ള സമയം കിട്ടില്ല. രാവിലെ 4 മണിക്ക് ഗൈസ്, ഞങ്ങൾ എയർപോർട്ട് റോഡിൽ എത്തിയിരിക്കുന്നു. ലൈറ്റ് ഒന്നും ഇല്ല, അത് നിങ്ങൾ ക്ഷമിക്കണം. 4 kilometers till we reach Cochin International Airport. ഞങ്ങൾ ഈ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മറൈൻ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ടെർമിനൽ. ശരിക്കും ഗൈസ്, ഞങ്ങൾ മെറിനെ ശരിക്കും പറ്റിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പുറത്തിറങ്ങിയിട്ടെങ്കിൽ അവളെ പോയി പറ്റിക്കാം, അല്ല അവളെ പോയി സർപ്രൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ അന്നമ്മേ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് അവള് ലാൻഡ് ചെയ്തപ്പോൾ ഉള്ള സർപ്രൈസിനെക്കാട്ടിലും വലിയ സർപ്രൈസ് ആവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറുതെ കയറ്റി വിടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതെന്തെങ്കിലും എന്തെങ്കിലും ഇന്റർനാഷണലിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജുവാന, നീ തന്നെ ഇന്റർനാഷണലിൽ ഈ വ്ലോഗ് കണ്ടിന്റെ സ്ഥിരം പ്രേക്ഷകയാവുന്ന എനിക്ക് തോന്നുന്നു. സ്റ്റോറി എടുത്തത് വിളിക്കാൻ വന്നപ്പോൾ പോസ്റ്റായ പോലെ ഞങ്ങൾ കൊണ്ടുവിടാൻ വന്നപ്പോഴും പോസ്റ്റായിരിക്കുകയാണ്. മരുന്ന് ഇതുവരെ വന്നിട്ടില്ല. മരണം ഇപ്പോഴും കൊരട്ടി ഞങ്ങളിവിടെ വന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക. പോകേണ്ട ആളിതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ചെറുതായിട്ട് ചമ്മി ഞങ്ങൾ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം. വെറുതെ 3 മണിക്ക് എണീറ്റ് അല്ലേ ജുവാന? ഞങ്ങൾ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. മറിൻ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നു. അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മറിൻ അവിടെ തിന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും തിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. സത്യം, അല്ലെങ്കിൽ ഇത്ര നേരത്തെ ഇറങ്ങണ്ടായിരുന്നു. എടുക്ക സുന്ദരിമണികൾ. അതെ അതെ. ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വെറുതെയാണ് ഗൈസ് നമ്മൾ കാണുന്നത്. വെയിറ്റ് കൂടുതലാകുമോ ഇല്ലേ? ഗൈസ്, ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായിരുന്നു. ഇപ്പോൾ രാവിലെ ആയിരിക്കുന്നു. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. മെറിൻ്റെ സേതുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സേതു മെറിൻ്റെ റൂംമേറ്റ് ആണ്.
ചെയ്തതിൻ്റെ കൂടെയാണ് മെറിൻ പോകുന്നത്. ആക്ച്വലി ഒരു 7 kg പറ്റുള്ളൂ. എല്ലാം വെയിറ്റ് ഓക്കെ ഡൺ. അതെ ഞാൻ നിറകണ്ണുകൾ എടുക്കും. ഇത് ചിലപ്പയുടെ നിറകണ്ണുകൾ പിങ്ക്. ഞാൻ മമ്മി ഇറക്കിയിട്ടാക്കി. എടി എന്നിട്ട് വേണം ആർമിക്കാരൻ എന്നെ കൊല്ലാൻ. ഗായ്സ് ഞങ്ങളങ്ങനെ മെറിനെ പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നു ലണ്ടനിലേക്ക്. കണ്ണൊക്കെ ഒന്ന് കേസ് കണ്ണൊന്ന് തുറക്കാൻ പറ്റും. ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായിരുന്നു, ഇപ്പൊ രാവിലെ. ഇനി മെറിന് 2 വർഷം കഴിഞ്ഞ് നമുക്കിനി കാണാം. Okay, bye. So the vlog ends here. Bye.